ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷുഹൈദ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 7.1 എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ഓക്കെ, Q01 is equidistant from P5 minus 3 and Rx6. Find the value of x. Also find the distance QR and PR. ഇവിടെ Q എന്ന് പറയുന്ന ഒരു പോയിന്റ് പിയിൽ നിന്നും ആറിൽ നിന്നും ഇക്യൂ ഡിസ്റ്റന്റ് ആണ്. നിങ്ങളതൊരു സ്ട്രൈറ്റ് ലൈൻ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു എന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് Q, ഇവിടെയാണ് P, ഇവിടെയാണ് R. ഇതാ പിന്ന് ക്യൂയിലേക്കും ക്യൂന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിട്ട് വന്നൂടെ അല്ലേ? അപ്പൊ ഞാനിത് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം. അതിന് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? പിയിൽ നിന്ന് ക്യൂ എന്ന് പറയുന്നത് പിന്നും ആറിനും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പൊ പി ക്യൂ ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂ ആർ ആയിരിക്കും. ഇനി പി ക്യൂവിന്റെയും ക്യൂ ആറിന്റെയും ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തുട്ടോ. നോക്കിയാ 0 മൈനസ് x1 മൈനസ് x2 ഞാൻ എഴുതിയിട്ടില്ല. 0 മൈനസ് 5 ഹോൾ സ്ക്വയർ 1 മൈനസ് -3. ഇനി ഇവിടെ അടുത്തത് ഈ ക്യൂ ആർ വരുന്നതോ x മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. രണ്ട് ഭാഗത്തും റൂട്ട് ഉണ്ടല്ലോ. റൂട്ട് കളയാൻ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും അല്ലേ? ആ കൂട്ടത്തിൽ ഇതും നമുക്ക് ചെയ്യാം. 0 നിന്ന് 5 പോയാൽ -5. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആവും. 1 + 3 4 വരും. എക്സ് നിന്ന് 0 പോയാൽ എക്സ്, 6 നിന്ന് 1 പോയാൽ 5. ഓക്കെ, അപ്പൊ -5ന്റെ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് വരും. എങ്ങനെ വന്നത് മനസ്സിലായല്ലോ? റൂട്ട് ക്യാൻസൽ ചെയ്തു. റൂട്ട് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അതേപോലെ ആ ബ്രാക്കറ്റിലുള്ളതും ചെയ്തു. -5ന്റെ സ്ക്വയർ എന്താ? 25 ആണ്. 4ന്റെ സ്ക്വയറോ 4 × 4 16 ആണ്. പിന്നെ ഒരു എക്സ് സ്ക്വയർ, പിന്നെ ഒരു 25. ഈ +25 ഇപ്പുറം വരുമ്പോൾ എന്താവും? -25 ആവും. 25 - 25 ക്യാൻസൽ ആയി പോവും. ദെൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. അപ്പൊ എക്സ് ഈക്വൽ ടു 16 വരും. റൂട്ട് 16 വരും. അഥവാ +or-4 വരും. എന്തുകൊണ്ടാണ് മക്കളെ +or-4 വന്നത്? -4ന്റെ സ്ക്വയറും 16 ആണ്, +4ന്റെ സ്ക്വയറും എന്താണ്? 16 ആണ്. അത് എക്സിന്റെ വാല്യൂ ഒന്നുകിൽ -4 ആയിരിക്കും, അല്ലെങ്കിൽ വെറും 4 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ക്യു ആറിന്റെ വാല്യൂ ആണ്. അതിന് പി ക്യൂയും ക്യു ആറും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പി ക്യൂവിന്റെ ലെങ്ത് കണ്ടാൽ ആ ലെങ്ത് തന്നെ എല്ലാവർക്കും ഉണ്ടാവുക, ക്യു ആറിനും ഉണ്ടാവുക അല്ലേ? അപ്പം ഞാൻ പി ക്യൂവിന്റെ നീളം കാണണം. ഓക്കെ, പി ക്യൂവിന്റെ നീളം ഇവിടെ തന്നിട്ടുണ്ട്. ഇതാ പി ക്യൂ എന്താ? 0 - 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 - -3 ഹോൾ സ്ക്വയർ, അഥവാ -5ന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയറും അല്ലേ? ദാ 0 - 5ഉം 1 - -3ഉം. അപ്പൊ 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. -5ന്റെ സ്ക്വയർ എത്രയാ? 25. 4ന്റെ സ്ക്വയർ എത്രയാ? 16. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 41. അപ്പൊ പി ക്യു 41 ആണെന്നുണ്ടെങ്കിൽ ക്യു ആറും എന്തായിരിക്കും? 41 ആയിരിക്കും. കാരണം പി ക്യൂയും ക്യു ആറും എന്താണ്? ഈക്വൽ ആണ്. ഇനി അടുത്ത നമുക്ക് പി ആറിന്റെ വാല്യൂ ആണ്. ഞാൻ പറഞ്ഞത് സ്ട്രൈറ്റ് ലൈൻ ആവാൻ ചാൻസ് ഇല്ല. എക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് +or-4 എന്നാണ് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ -4 എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 5 - -4, ഇപ്പൊ നമ്മളത് -4 ആണ്. 5 - -4 ദ ഹോൾ സ്ക്വയർ -3 - 6 ദ ഹോൾ സ്ക്വയർ. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. 5ക്ക് 4 കൂട്ടിയാൽ 9. -3 - 6 രണ്ടും നെഗറ്റീവ് ആണ്. സംഖ്യകൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 9 സ്ക്വയർ പ്ലസ് -9ന്റെ സ്ക്വയർ. 9ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 81 ആണ്. -9ന്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ്. അപ്പൊ 81 + 81 നമുക്ക് എത്ര കിട്ടും? അത് ചെയ്യണ്ട, അതിന് നമുക്ക് ഇങ്ങനെ ഷോർട്ട് ആക്കാം. 2 81 ഉണ്ട്. അപ്പൊ 81 × 2 എന്ന് എഴുതാം. ഈ 81നെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. 81നെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 81നെ നമ്മൾ പുറത്തേക്ക് എടുക്കും. 81നെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എത്രയാവും? 9 ആവും. അപ്പൊ 9√2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്ന എന്താ പറയുക? പി ആറിന്റെ വാല്യൂ കാണാൻ -4ന് പകരം +4 കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് മായ്ക്കട്ടോ. -4ന് പകരം +4 കൊടുക്കും. അപ്പോൾ 5 - 4 ദ ഹോൾ സ്ക്വയർ -3 - 6 ഹോൾ സ്ക്വയർ. 5 നിന്ന് 4 പോയാൽ എത്രയാണ്? 1 ആണ്. -3 - 6ഉം -9 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. -9ന്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ്.
81 പ്ലസ് 1 എത്ര കിട്ടും? 82 കിട്ടും. അപ്പോൾ √82. പി ആറിന് 2 വാല്യൂ ആണ് നമ്മൾ പറയുന്നത്, ഒന്നെങ്കിൽ √9√2 അല്ലെങ്കിൽ √82. കാരണം നമ്മളോട് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ, എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മളോട് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ,